കണ്ണൂർ എന്ന് പറയുന്നത് CPM-ന്റെ കോട്ടയാണ്. അവിടെയാണ് BJP വലിയ മുന്നേറ്റം നടത്തുന്നത്. അങ്ങയുടെ ഇത്രയും നാളത്തെ നിരീക്ഷണത്തിലും പ്രവർത്തനത്തിലും എങ്ങനെയാണ് BJP-യുടെ മുന്നേറ്റം? കണ്ണൂർ BJP-യുടെ വളർച്ച ക്രമാനുഗതമായി ഉണ്ടായിരിക്കുന്നു. CPM-ന്റെ കോട്ട എന്നുള്ള പഴയ സങ്കല്പമൊക്കെ മാറി മറിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ ഭാഗത്തു നിന്ന് എനിക്കൊരു 28,000-ഓളം വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. ആദ്യമായി കണ്ണൂരിലെ BJP-യുടെ സ്ഥാനാർത്ഥി 1 ലക്ഷം കടക്കുന്നത് കണ്ണൂരിന്റെ ചരിത്രത്തിൽ ആദ്യമാണ്. ഏറ്റവും അധികം വോട്ട് ചോർച്ച ഉണ്ടായിരിക്കുന്നത് CPM-ലാണ്. ഇത്തവണ കണ്ണൂരിലെ CPM-ൽ ഏറ്റവും വലിയ അടിയൊഴുക്കുകൾ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ കണ്ണൂരിലെ പ്രധാനപ്പെട്ട 3 നേതാക്കന്മാർ പാർട്ടി വിട്ടു പോയിരിക്കുന്നു. 1 വർഷം മുന്നേ പാർട്ടി വിട്ടുപോയ മനു തോമസ് അവരുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. 79 മുതൽ പാർട്ടിയുടെ ജില്ലാ ഭാരവാഹിയായി ഏരിയ കമ്മിറ്റി ഭാരവാഹിയായിരുന്ന ഗോവിന്ദൻ മാസ്റ്റർ പാർട്ടി വിട്ടു പോയിരിക്കുന്നു. കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ഏരിയ സെക്രട്ടറി രാജിവെച്ചു പോയിരിക്കുന്നു. നിരവധിയായ പാർട്ടിയുടെ നേതാക്കന്മാർ ആ പാർട്ടി വിട്ടുപോയി, അണികൾ കൊഴിഞ്ഞു പോവുകയും ചെയ്തിരിക്കുന്ന സാഹചര്യം. പല ആളുകളും രാഷ്ട്രീയ ഭയം കൊണ്ട് ചിലപ്പോൾ BJP-യുടെ കൂടെ വന്നു എന്ന് വരില്ല. പക്ഷെ വോട്ട് ചെയ്യുന്ന സമയത്ത് വളരെ അനുകൂലമായി ചിന്തിക്കുന്ന ഒരു കാഴ്ചപ്പാടുകൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുമ്പോഴും പിണറായി വിജയന്റെ 162, 164 ധർമ്മടം നിയോജക മണ്ഡലത്തിൽ 162, 164 ബൂത്ത് എന്ന് പറയുന്ന പിണറായി വിജയന്റെ സ്വന്തം ബൂത്താണ്. RC അമല സ്കൂൾ അദ്ദേഹം വോട്ട് ചെയ്യുന്ന ബൂത്താണ്. അവിടെ 10-200 മേലെ വോട്ടുകൾ എനിക്ക് ലഭിക്കുന്നുണ്ട്. 1000-ൽ ഒരു 200 വോട്ട് എന്ന് പറഞ്ഞാൽ 20% വോട്ട് എനിക്ക് അവിടെ ലഭിക്കുന്നുണ്ടായി. അതൊരു വലിയ സംഭവമാണ്. കാരണം അവിടെ നമ്മളൊരു പോസ്റ്റർ ഒട്ടിക്കാൻ വിടാറില്ല, അവിടെ ഒരു ബാനർ വെക്കാൻ വിടാറില്ല. നമ്മളെ ബൂത്തിൽ ആളിരിക്കാൻ വിടാത്ത സ്ഥലങ്ങളിലൊക്കെ പാർട്ടിക്ക് BJP-ക്ക് അനുകൂലമായ വോട്ടുകൾ വരുന്നുണ്ട്. അത് കണ്ണൂരിലെ ഒരു പുതിയ പ്രവണതയാണ്. പാർട്ടിയുടെ നേതാക്കന്മാരോ അണികളോ ഇല്ലെങ്കിൽ പോലും, അവിടെ പ്രവർത്തകന്മാരോ ഇല്ലെങ്കിൽ പോലും പാർട്ടിക്ക് BJP-ക്ക് അനുകൂലമായി ആളുകൾ ചിന്തിക്കുന്നതിന്റെ തെളിവാണ്. അതുകൊണ്ട് കണ്ണൂരിൽ വലിയൊരു മാറ്റം BJP-ക്ക് അനുകൂലമായിട്ടുണ്ടായിട്ടുണ്ട്. രക്തസാക്ഷികളെ പോലും വിറ്റിട്ട് CPM കച്ചവടം നടത്തുന്നതിനെ പറ്റിയിട്ട് വലിയ ജനരോഷം അവിടെ ഉണ്ടാകുന്നുണ്ട്. എങ്ങനെയാണ് അതിനെ ജനങ്ങൾ സ്വീകരിക്കുന്നത്? ആരുമായ വോട്ട് കച്ചവടത്തെ കുറിച്ചാണ്? രക്തസാക്ഷികളുടെ പണം പോലും വിറ്റ് CPM അവിടെ പ്രവർത്തനം നടത്തുമ്പോൾ ജനരോഷം അവിടെ നിന്ന് തന്നെ ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായും പയ്യന്നൂരിലൊക്കെ നടന്ന അതാണോ? ധനരാജന്റെ പേരിൽ പാർട്ടിയുടെ ഫണ്ട് പിരിച്ച് അതിൽ നിന്ന് കണക്ക് പറയാതെ അതിൽ നിന്ന് വകമാറ്റി ചെലവഴിച്ച് ദൂർത്തടിച്ച് സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിച്ചതിന്റെ പേരിൽ നിരവധിയായ അണികളും പ്രവർത്തകന്മാർ ആ പാർട്ടി വിട്ടു പോയിട്ടുണ്ട്. അത് കണ്ണൂരിലെ വലിയ പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടായിട്ട് പാർട്ടി ഗ്രാമങ്ങൾ ഒന്നൊന്നായി കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. പണ്ട് ഞാനൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ CPM-ന്റെ ഭീകരമായ അക്രമത്തിന് ഇരയായ ഒരാളാണ് ഞാൻ. പല സ്ഥലങ്ങളിലും CPM പ്രവർത്തകന്മാർ എഴുതി വെക്കുന്ന ബോർഡുണ്ട്, ഇത് മറ്റുള്ളവർക്ക് പ്രവേശനമില്ല, ഇത് പാർട്ടി ഗ്രാമം, ഇവിടെ RSSകാർക്ക് നിരോധിത മേഖല, ഇവിടെ ഹിന്ദുക്കൾക്ക് നിരോധിത മേഖല, അങ്ങനെ പല മുദ്രാവാക്യങ്ങൾ എഴുതി. പക്ഷെ അതൊക്കെ ഇന്ന് മാറി. ഇന്ന് ഏത് പ്രദേശത്തും പോകാനുള്ള ഒരു സാഹചര്യമുണ്ട്. തെരഞ്ഞെടുപ്പ് സമയത്ത് ഞങ്ങളൊക്കെ പോകുന്നുണ്ട്, ധൈര്യം സംഭരിച്ച് പോവുക തന്നെയാണ്. പഴയ ഗുണ്ടായുസം അവർക്ക് നടക്കില്ല. കാരണം ചെറുപ്പക്കാരൊക്കെ ആ പാർട്ടി വിട്ടു പോയിരിക്കുന്നു. പണ്ട് കാലത്ത് നിങ്ങൾ കണ്ണൂർ ഗ്രാമങ്ങളിൽ പോയാൽ വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ എല്ലാ ബസ് ഷെൽട്ടറുകളിലും എല്ലാ കവലകളിലും അവർ ഷെൽട്ടർ കെട്ടി, ഷെൽട്ടർ ഉള്ള സ്ഥലത്ത് ഷെൽട്ടറിലിരിക്കും, ഷെൽട്ടർ ഇല്ലെങ്കിൽ അവരൊരു 2 ടെലിഫോൺ പോസ്റ്റെങ്കിലും അവിടെ വെച്ചിട്ട് അതിന്റെ മേലെ 10-20 ചെറുപ്പക്കാർക്ക് അർദ്ധരാത്രി വരെ ഇരുന്ന് നാട്ടിൽ ഗുണ്ടായുസവും വേണ്ടാത്ത ഏർപ്പാടുകളൊക്കെ ചെയ്യുന്ന ആളുകളാണ്. ഇപ്പൊ അതൊക്കെ മാറി. കാരണം ചെറുപ്പക്കാരെ കിട്ടാതായി. ഒരു വീട്ടിൽ 1-2 വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർ അവരാണെങ്കിൽ വീട് വിട്ടിട്ട് അന്യനാട്ടിൽ പോകും. അന്യനാട്ടിൽ പോകുന്ന മുഴുവൻ ചെറുപ്പക്കാരും തിരിച്ചു വരുന്നത് BJP-ക്കാരായിട്ടാണ്. കേരളം വിട്ടുപോയ ഒരു ചെറുപ്പക്കാരനും കമ്മ്യൂണിസ്റ്റുകാരനായി ആ വീട്ടിലേക്ക് തിരിച്ചു വരുന്നില്ല. എനിക്കൊക്കെ കിട്ടുന്ന അംഗീകാരവും ഇപ്പൊ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് എനിക്കൊക്കെ ആവേശമായി മാറുന്നത് ഇതുപോലെയുള്ള ആളുകളാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അപ്രസക്തമായി മാറുകയും അവിടെ ഇടതുപക്ഷത്തിന് ഒരു വേരുമില്ലാതാവുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ കൃത്യമായിട്ട് BJP-യുടെ രാഷ്ട്രീയത്തെ ജനങ്ങൾ നെഞ്ചേറ്റുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ലേ, അതോ തെറ്റാണോ? ശരിയാണല്ലോ. BJP-ക്ക് കണ്ണൂർ പോലെയുള്ള സ്ഥലത്ത് വലിയ സ്പേസ് ഉണ്ടായി മാറിയിരിക്കുന്നു. പഴയകാലത്ത് BJP സ്ഥാനാർത്ഥികളുടെ വോട്ട് ഷെയർ ഒക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മതി, 6%, 5%. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പോടുകൂടിയാണ് കണ്ണൂരിൽ നമുക്കൊരു
എന്താ പറയാ, അതത് ഒരു പൊട്ടിച്ച് ആ ഒരു തോട് പൊട്ടിച്ച് നമുക്ക് പുറത്തു വരാൻ സാധിക്കും. 1,20,000 മേലെ വോട്ടുകൾ നമുക്ക് ലഭിച്ചു. എല്ലാ മണ്ഡലങ്ങളിലും 20,000 കുറയാത്ത വോട്ടുകൾ ലഭിച്ച മണ്ഡലങ്ങളിൽ. എന്തിനാ അദ്ദേഹം പറയുന്നത്, പിണറായി വിജയന്റെ മണ്ഡലത്തിൽ പോലും 20,000 അടുത്ത് വോട്ടുകൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ണൂരിലുള്ള ആളുകൾ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി തികച്ചും അപ്രസക്തമായിക്കൊണ്ടിരിക്കാം. കോൺഗ്രസ് എന്ന് പറയുന്നതില്ല, കോൺഗ്രസിനകത്ത് UDF എന്ന് പറയുന്ന സംവിധാനത്തിൽ ലീഗിന്റെ ചില ബലത്തിലാണ് കണ്ണൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ പിടിച്ചു വെക്കുന്നത്. ഒരു പഞ്ചായത്ത് പോലും തനിച്ച് ജയിക്കാൻ പറ്റാത്ത സാഹചര്യം. ലീഗ് ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല. ലീഗ് പൂർണ്ണമായും കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്തിരിക്കും. കാരണം ലീഗിന് അണികളില്ലെങ്കിൽ ഒരു തരത്തിലും കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം. കണ്ണൂരിൽ 11 നിയോജകമണ്ഡലങ്ങൾ ലീഗിന്റെ സഹായമില്ലെങ്കിൽ ഒരു നിയോജകമണ്ഡലത്തിലായിരിക്കും ജയിച്ചു വരാൻ പറ്റില്ല. കാരണം ഒരു 5,000-ലൊക്കെ വോട്ടുകൾ ജയിക്കുന്ന മണ്ഡലങ്ങൾ മാത്രമേ കോൺഗ്രസിന്റെ കയ്യിലുള്ളൂ. ഇവിടെയാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായ ഒരു കാഴ്ചപ്പാട് ജനങ്ങളിൽ വളർന്നു വന്നത്. കാരണം കോൺഗ്രസ് നമുക്കറിയാം ഓരോ ദിവസം കഴിയുന്തോറും വിഘടന ശക്തികളുമായി SDPയെ കൂട്ടുപിടിക്കുന്നു, ചില ആളുകളുടെ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിക്കുന്നു. അങ്ങനെ വർഗീയ ശക്തികളുമായും വിഘടന ശക്തികളുമായും ദേശവിരുദ്ധ ശക്തികളുമായി കൂട്ടുപിടിക്കുന്ന ചിന്ത കേരളത്തിലെയും കണ്ണൂരിലെയും പൊതുസമൂഹത്തിനും ഉണ്ടായിട്ടുണ്ട്. അത് ഏറ്റവും അധികം ഉണ്ടാവുക CPM-ലും കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസ് ബേസിക്കലി ഒരു മുസ്ലിം ലീഗിന്റെ ഒരു പാർട്ടിയായി ഒരു B ടീമായി മാറുന്ന അവസ്ഥയാണ് കണ്ണൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ. നേരെ മറിച്ച് CPM-നകത്തുണ്ടാകുന്ന അടിയൊഴുക്കൾ വളരെ ഭീകരമാണ്. CPM-ൽ SDPയെ പോലെയുള്ള സംഘടനയുമായി ചേരുന്നതിൽ തന്നെ എതിർപ്പുള്ള ഒരുപാട് ആളുകൾ കണ്ണൂരിലുണ്ട്. അവരൊക്കെ മാറി ചിന്തിക്കുന്നു എന്നാണ് എന്റെ വിശ്വാസം. കോൺഗ്രസിന്റെയും CPM-ന്റെയും വർഗീയ രാഷ്ട്രീയം അങ്ങേയറ്റം ഹിന്ദു വിരുദ്ധമായി നിലനിൽക്കുന്ന ഈ സമയത്ത് ഹിന്ദുവിന്റെ യഥാർത്ഥ ശക്തി അത് ദേശീയതയിൽ ഊന്നിക്കൊണ്ട് BJP ആണ് എന്നുള്ളത് കണ്ണൂർ രാഷ്ട്രീയം ഇന്ന് മനസ്സിലാക്കുന്നുണ്ട്, അല്ലേ സാർ? തീർച്ചയായും. അതിൽ ഹിന്ദു എന്നുള്ള പദം ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് നമുക്കൊരു ദേശീയതയിൽ ഊന്നിയ ഒരു കണ്ണൂർ ജില്ലയിൽ ഞാൻ എപ്പോഴും വിലയിരുത്തുന്ന ഒരു കാര്യമുണ്ട്. ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി കണ്ണൂർ ജില്ലയിൽ CPM ആണ്. കല്യാശ്ശേരി പോലെയുള്ള സ്ഥലത്ത് 85% ഹൈന്ദവ ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് ജയിക്കുന്ന CPM ആണ്. അപ്പൊ ഹിന്ദു എന്നതിനേക്കാൾ ഉപരി ഇപ്പം കേരളത്തിൽ കണ്ണൂരിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം, ദേശീയതയിൽ ഊന്നിയ ഒരു വിശ്വാസം, ഇന്ത്യക്ക് വേണ്ടി നിൽക്കുന്ന ആളുകൾ, ഭൂരിപക്ഷ ഹിന്ദുക്കളും അതിന്റെ കൂടെ നിൽക്കുമായിരിക്കും. ഒപ്പം തന്നെ ന്യൂനപക്ഷങ്ങളുടെ ഇടയിലും സ്വാധീനമൊക്കെ BJPക്ക് വന്നുകൊണ്ടിരിക്കുക. ഇപ്പം പല സ്ഥലങ്ങളും ഞങ്ങളെ പോലെയുള്ള ആളുകളെ സ്വീകരിക്കാനൊക്കെ മുസ്ലിങ്ങൾ ആളുകളുണ്ട്. ഇത്തവണ കണ്ണൂരിൽ പല സ്ഥലത്തും നമ്മുടെ മുസ്ലിം കോർപ്പറേഷനിൽ ഒരു മുസ്ലിം പെൺകുട്ടി മത്സരിച്ചു. അതുപോലെ തന്നെ പല പഞ്ചായത്തുകളും മുസ്ലിങ്ങളാണ് മത്സരിച്ചത്. BJPയിലാണ് മത്സരിച്ചത്. കോർപ്പറേഷനകത്ത് പോലെ ഒരു മുസ്ലിം പെൺകുട്ടിയെ മത്സരിപ്പിക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടെങ്കിൽ മുസ്ലിങ്ങൾ പൂർണ്ണമായും BJP അങ്ങനെ തള്ളിപ്പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും വർഗീയത ഇവിടെ പറയുന്നതിനെ കുറിച്ച് എനിക്ക് യോജിപ്പില്ല. ഭൂരിപക്ഷ സമുദായമൊക്കെ കൂടി ഉണ്ടാകും. അത് ഏറ്റവും അധികം ദോഷം ചെയ്യുക. കാരണം ഇവരൊക്കെ എന്താ പറയാ, നമ്മുടെ വിരുദ്ധ ശക്തികളുമായി ചേരുമ്പോൾ CPM-ൽ നിന്നുള്ള ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് BJPക്ക് വരാനുള്ള സാധ്യത. BJPക്ക് വലിയ വളർച്ച കണ്ണൂരുണ്ടാവും. ഇതിനിടയിൽ ഈ രണ്ട് മുന്നണികളുടെ ഇടയിൽ സ്പേസ് ഇല്ലാതെ പോയ ഒരു പാർട്ടിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി കണ്ണൂരിൽ സ്പേസ് ഉണ്ടായിരിക്കും. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. കണ്ണൂർ കോർപ്പറേഷനിൽ ഇതുവരെ BJP ജയിച്ചിരുന്നില്ല. ആദ്യമായി കഴിഞ്ഞ തവണ ജയിച്ചു. ഇത്തവണ 4 സീറ്റിൽ BJP ജയിച്ചു വന്നു. അതും വലിയ വോട്ടുകൾക്കാണ്. ഒപ്പം തന്നെ 3 സീറ്റുകളിൽ BJP ജയിക്കുന്നത് പരാജയപ്പെടുന്നത് 30 വോട്ടിൽ താഴെയാണ്. 40, 30 വോട്ട് 3 സീറ്റ് പരാജയം. ഏകദേശം 15 സീറ്റുകളിൽ BJPക്ക് 900-നടുത്ത വോട്ടുകളുണ്ട്. നമ്മൾ പരാജയപ്പെട്ടെങ്കിൽ വലിയ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ കോർപ്പറേഷൻ ഞങ്ങൾ സാധിച്ചു. ആളുകൾ തിരുവനന്തപുരത്ത് ഇതിന്റെ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലൊക്കെ ഇത് മറന്നുപോയത്. കണ്ണൂർ പോലെയുള്ള സ്ഥലത്ത് BJPക്ക് ക്രമാനുഗതമായ വളർച്ച കോർപ്പറേഷനിലും പഞ്ചായത്തുകളിലും ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ കണ്ണൂരിന്റെ പ്രത്യേകത നിരവധിയായ ബലിദാനികളെ പാർട്ടിക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത ആളുകളുടെ നാടാണ്. 100ഓളം ബലിദാനികൾ കണ്ണൂരിൽ CPM-ന്റെ അക്രമത്തിന്റെ ഇടയായി ബലിദാനികളായിട്ടുണ്ട്. ഇന്നും ജീവിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ മുഖ്യമന്ത്രി ജയിച്ചതിന്റെ പിറ്റേന്ന് രമിത്ത് എന്ന് പറയുന്ന ഒരു 22-കാരനെ കൊല ചെയ്യപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. ആ രമിത്തിന്റെ പിതാവ് ഉത്തമൻ വർഷങ്ങൾക്ക് മുന്നേ CPM-കാരിൽ കൊല്ലപ്പെട്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ BJPക്ക് ഇതുവരെ ഇല്ലാത്ത ഒരു സ്പേസ് കണ്ണൂരിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ നേടാൻ സാധിച്ചിട്ടുണ്ട്. അത് നാളെ കണ്ണൂരിലായിരിക്കും കേരളത്തിലെ ഏറ്റവും പെട്ടെന്ന് മാറ്റം സംഭവിക്കുക. കണ്ണൂരിൽ ഇപ്പോ ഇവരൊക്കെ പിടിച്ചു നിൽക്കുന്ന 25-30% വരുന്ന ന്യൂനപക്ഷ വോട്ടുകളിൽ കേന്ദ്രീകരിച്ചാണ്. അപ്പോ സ്വാഭാവികമായിട്ടും 30% ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറുവശത്തുള്ള 70% അവിടെ കേന്ദ്രീകരിച്ചാൽ ഈ റിസൾട്ടൊക്കെ മാറുമല്ലോ. അങ്ങനെ ഒരു ചിന്താഗതി വളർന്നു വരുമെന്ന് കാലം തെളിയിക്കും. എന്തായാലും കണ്ണൂരിൽ മാറ്റം ഉണ്ടാകും.